ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വോട്ട് ചോരി രണ്ടാം എപ്പിസോഡായിരുന്നു ഇന്ന്. അണുബോംബിന് ശേഷം ഹൈഡ്രജൻ ബോംബിന് മുൻപേയുള്ള ഒന്ന്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാറിനെ നേരിട്ടാക്രമിച്ച ഇത്തവണയും പവർ പോയിന്റ് പ്രസന്റേഷനായിരുന്നു. രാഹുലിനൊപ്പം വോട്ട് ചോരിയുടെ ഇരകളും എത്തി. കർണാടകയിലെ അവൻ മണ്ഡലത്തിൽ കാണാതായ 6018 വോട്ടുകൾ. BLOയുടെ ബന്ധുവിന്റെ വോട്ട് കാണാതായതിൽ തുടങ്ങിയ അന്വേഷണം എത്തിച്ച കണക്കാണിത്. ഗോദാബായി എന്ന വയോധികയുടെ റെക്കോർഡഡ് പ്രതികരണവും കണ്ടു. അവരറിയാതെ അവരുടെ പേരിൽ 12 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ നൽകിയെന്നാണ് കണ്ടെത്തൽ. ഇനി ഗോദാബായി സ്വയമേ പറഞ്ഞതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്മ പെങ്ങന്മാരെ അപമാനിക്കലായി കണക്കാക്കുമോ എന്നറിയില്ല. 12 വോട്ടർമാരുടെ പേരുകൾ 14 മിനിറ്റ് കൊണ്ട് പുലർച്ചെ 4 മണിക്ക് ഡിലീറ്റ് ചെയ്യാൻ താൻ അറിയാതെ തന്റെ പേരിൽ നൽകിയ അപേക്ഷയുടെ വിശദാംശങ്ങൾ പറയാൻ സൂര്യകാന്ത് എന്ന വോട്ടർ നേരിട്ടെത്തി. വോട്ട് വെട്ടപ്പെട്ട ബബിത ചൌധരിയും വാർത്താസമ്മേളനത്തിലുണ്ടായിരുന്നു. വോട്ട് ചോരി ആദ്യ ആരോപണത്തിൽ സത്യവാങ്മൂലം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഓൺലൈനായി വോട്ട് ഒഴിവാക്കാനാകില്ല എന്ന മറുപടിയാണ് നൽകുന്നത്. വയനാട്ടിലെ മൈമൂന ഇരട്ട വോട്ടെന്ന പൊളിഞ്ഞ ആരോപണത്തിന് ശേഷം രാഹുൽ ഗാന്ധി പൂത്തിരി കത്തിച്ചുവെന്ന പരിഹാസവുമായി അനുരാഗ് ഠാക്കൂർ രംഗത്തെത്തിയിട്ടുണ്ട്. നിഷ്പക്ഷമായി തിരഞ്ഞെടുപ്പ് നടത്തേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോരി ചേരിയിലോ എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJP പ്രതിനിധി കേണൽ S. ഡിന്നി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ കേണൽ S. ഡിന്നിയിലേക്ക് പോകുന്നു. ശ്രീ ഡിന്നി, ഇപ്പോൾ കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ 6018 വോട്ടുകൾ വ്യാജ ലോഗിനുകൾ വഴി ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അത് തെളിവ് സഹിതമായിരുന്നല്ലോ ആ വാർത്താ സമ്മേളനം. അപ്പോൾ അങ്ങനെ സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി പറയുകയാണ്. അങ്ങനെ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു മറുപടിയാണോ? ആ മറുപടിയിൽ വ്യക്തതയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ് മീറ്റ് നമ്മൾ 2 തരത്തിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടുള്ള സമയം മാം തരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കി 3 പേരും ഇതിന് അഗേൻസ്റ്റായിട്ട് സംസാരിക്കാൻ ആയിരിക്കും അവരുടെ നിലപാടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഒരു രാഷ്ട്രീയ വശമുണ്ട്, അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ വശമുണ്ട്. ഈ രാഷ്ട്രീയ വശം നമ്മൾ ആദ്യം ഞാനത് പറയണം, കാരണം അതാണ് ആളുകളും ജനങ്ങളും അറിയേണ്ട കാര്യം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പം ഇതുപോലത്തെ ഒരു പ്രസ് കോൺഫറൻസ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്തുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി 2025 ആദ്യം നടത്തിയിരുന്നു, ഇപ്പം വീണ്ടും അദ്ദേഹം നടത്തി. എന്തുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ജനങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്നും കൂടെ ഞാൻ അടിവരായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഏകദേശം 90ഓളം എലക്ഷൻസ് നിരന്തരമായി തോറ്റ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ 90 എലക്ഷൻസ് അദ്ദേഹം തോറ്റു. ഇനി എന്തുകൊണ്ടാണ് തോറ്റ് എന്ന് നമ്മൾ ഇലക്ഷൻ കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്താറുണ്ട് എന്ന് പറയാറുണ്ട്. എപ്പോഴും ഞങ്ങൾ പഠിക്കും. പക്ഷെ ആത്മപരിശോധന ചെയ്ത് ഇനി അവർക്ക് വേറെ ഒരു റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ല. എല്ലാ ഫിംഗേഴ്സും ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിലേക്കാണ് പോകുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതുമൂലം പല നേതാക്കൾ, നല്ല നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഗുലാം നബി ആസാദ്, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഹേമന്ത് ബിശ്വ ശർമ്മ, അങ്ങനെ എത്രയോ നല്ല ചെറുപ്പക്കാരും അല്ലാത്തയും ഒക്കെ ഉള്ള നേതാക്കന്മാർ അവർ പോയി. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടുത്തെങ്ങും ഒരു ജയിക്കാനുള്ള സാധ്യത അവർക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. ഇപ്പോൾ കേരളം തന്നെ നോക്കൂ. കേരളത്തിൽ തുടർച്ചയായിട്ട് 2ാം ഭരണമാണ് LDF സർക്കാർ ചെയ്യുന്നത്. ഇവിടെ പോലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അല്ലെങ്കിൽ ഈ പാനലിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഇല്ല നെക്സ്റ്റ് ടൈം അവർ തന്നെ വരും. കാരണം അത്രമാത്രം അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെ മുതലെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ രീതിയിലേക്കുള്ള ഒരു സ്ട്രെങ്ത് അവർക്കില്ല. അത് പല കാരണങ്ങളുണ്ട്. ആ കാരണം നമ്മൾ വിഷയമല്ലാതെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി കാണുന്നത് നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്, നമ്മളെ അടുത്തുള്ള രാജ്യങ്ങളിൽ ഒരു പാറ്റേൺ. അത് ശ്രീലങ്ക ആയാലും ശരി, ബംഗ്ലാദേശ് ആയാലും ശരി, ഇപ്പം നേപ്പാൾ ആയാലും ശരി, അതായത് തെരുവിലേക്ക് ആളുകളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അട്ടിമറി നടത്തി ഭരണം മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു എക്സാമ്പിൾസ്, അത് 1 അല്ല 2 അല്ല 3 അല്ല, ഈവൻ പാകിസ്ഥാനിൽ പോലും ഇമ്രാൻഖാൻ അവിടെ എന്താ പറയുക വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡറാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം ജയിലിനകത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർത്ത് ആളുകളെ തെരുവിലേക്ക് തള്ളിവിട്ട് ഭരണമാറ്റത്തിലേക്ക് വരാം എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു പ്ലാനിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഈ കാണുന്ന ഡ്രാമ. അത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അപ്പം അതുകൊണ്ടാണ്
ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ പക്ഷെ ഒരു പൂത്തിരി കത്തിച്ചാൽ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനെ തകർത്ത ആളുകളെ തെരുവിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇന്ന് വെറും ഒരു പൂത്തിരിയല്ലേ കത്തിച്ചത്? അല്ല, പൂത്തിരി ആയാലും ശരി, ഇന്ന് എന്താണ് നമ്മളെ ട്രസ്റ്റ് ഫാക്ടറാണ്. നമ്മൾ ട്രസ്റ്റ് ആളുകളുടെ ഇടയ്ക്ക് ആ ട്രസ്റ്റ് ഫാക്ടർ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഞാൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർക്കുന്നതെന്ന് പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഒരു ചത്ത എക്കോണമി എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയാണ് വേണ്ടത്. ഇങ്ങനെ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പരന്ന് കടന്നിങ്ങനെ നിരവധി രാഷ്ട്രീയം പറയാം. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തിരിച്ച് മറ്റു രാഷ്ട്രീയം വരും. നമുക്ക് സ്ട്രെയിറ്റ് ആയി ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാമല്ലോ. ഈ ഉത്തരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരം, ഇത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അല്ല പൊളിറ്റിക്കൽ വിഷയത്തേക്ക് നമുക്ക് ആദ്യം പിന്നീട് വരാം. ആദ്യം ഈ സ്ട്രെയിറ്റ് ആയ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയ ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണോ നിങ്ങളുടെ ബോധ്യം? ഇല്ല, ടെക്നിക്കൽ ഇഷ്യൂ തന്നെ വരാം. അതിന്റെ ടെക്നിക്കൽ, ഇതാണ് അതിന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂ. അതായത് പവർ ബൈ എനി മീൻസ്, എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാം, അതിന് എന്തും ചെയ്യാന്നുള്ളതാണ് അതിന്റെ പൊളിറ്റിക്കൽ വശം. ഇനി അധികാരം എങ്ങനെയെങ്കിലും പിടിക്കാം എന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേണൽ എസ് ഡിന്നി. ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന പരിശോധന അവർ നടത്തുമ്പോഴാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് കേണൽ എസ് ഡിന്നി. അതെ, അവരെങ്ങനെ തോറ്റു എന്ന് അവർ പരിശോധിച്ചപ്പോഴാണ് മുന്നോട്ട് വന്നത്. അല്ല, അതിന്റെ ആൻസർ ഞാൻ ഇനി ടെക്നിക്കൽ ആ വശത്തിൽ വരുമ്പോൾ ഞാൻ പറയാം അതിന്റെ എങ്ങനെയാണ് അതിന്റെ അതായത് ഓൺലൈനിലൂടെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണല്ലോ കമ്മീഷന്റെ മറുപടി. അതെങ്ങനെയാണ് വിശദീകരിക്കുക? അത് വിശദമായി നമുക്ക് ആ മറുപടി കിട്ടുന്നില്ല. കാരണം ഓൺലൈനിലൂടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടതിന്റെ തെളിവുകൾ ആളുകളുമായിട്ടെത്തി വാർത്താ സമ്മേളനത്തിൽ രാഹുൽ അത് പറയുകയായിരുന്നല്ലോ. ആളുകളും ഫോട്ടോകളും രേഖകളും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ആയില്ലല്ലോ. ഞാൻ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ പറയാം. ആൻഡ് അലൗ മീ ടു കംപ്ലീറ്റ്. ഈ ഫ്രോഡ് നടന്നത് എന്ന് പറയുന്നത് നവംബർ 19 2023 അദ്ദേഹം പറഞ്ഞത്. ഫൈനൽ വോട്ടർ ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്തത് 5 ജനുവരി 2024 ഫെബ്രുവരി 21 2023, സോറി കറക്ഷൻ 23 കാര്യം ഞാൻ പറഞ്ഞത്, 24 23. ഫെബ്രുവരി 21 2023 FIR നമ്പർ 262023 അലന്ത് പോലീസ് സ്റ്റേഷനിൽ മമത ദേവി എന്ന് പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസർ, അവർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഗുൽബർഗ, അവരാണ് അത് ഫയൽ ചെയ്തത്. അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അന്ന് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയും BJP ഭരിച്ചിരുന്ന ഗവൺമെന്റിന്റെ സമയത്താണ് അത് നടന്നത്. ആ രീതിയിൽ അവരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ FIR ലോഡ്ജ് ചെയ്തു. അത് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് FIR ലോഡ്ജ് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവിടാണ് അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ നരേറ്റീവ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുക. കാര്യം പറഞ്ഞിട്ടുണ്ട്. CID 18 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു എന്ന് പറയുന്നു. ആ 18 തവണയും മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അന്വേഷണത്തിലിരിക്കുന്ന കേസാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു രഹസ്യ സ്വഭാവമില്ല കേണൽ എസ് ഡിന്നി. അതിന്റെ ആൻസറിലേക്ക് ഞാൻ വരാം. ഫെബ്രുവരി 21 2023 കേസ് രജിസ്റ്റർ ചെയ്തു. സെപ്റ്റംബർ 2023 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ ഡാറ്റയാണ് കൊടുത്തത്? ടെലിഫോൺ നമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവർ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നു. ഒരു സൈബർ ക്രൈം എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഫിഷിങ്ങും അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രോഡ് എന്നൊക്കെ നടക്കുന്ന പോലെ ഒരു ഓൺലൈൻ ഫ്രോഡ് നടന്നു, അവിടെ നടന്നിരുന്നു, അത് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അതിനകത്ത് എന്ത് പറ്റി? അത് അത് പുറത്തു വരികയും അതിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു FIR ഇട്ട് അത് കൊടുക്കുകയും ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ ടെലിഫോൺ നമ്പേഴ്സ്, ഈ മൊബൈൽ നമ്പേഴ്സ് സഹിതമുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട്, അതായത് ഈ മെയ് മാസമാണ് അവിടെ ഇലക്ഷൻ കഴിയുന്നത്. മെയ് മാസം തൊട്ട് ഇന്നേ വരെ അവിടെ ഏത് ഗവൺമെന്റാണ്? കോൺഗ്രസിന്റെ ഗവൺമെന്റ്. ഇന്നാണ് ഞാനൊരു ന്യൂസ് കാണുന്നത്, കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ SIT ഫോം ചെയ്യാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസം എന്തിനായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? BJP ഗവൺമെന്റ് സമയത്ത് നിങ്ങളുടെ പരാതി? ഇതിലൊരു പരാതി ഉണ്ടായിരുന്നു, അതിൽ കൃത്യമായ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് SIT രൂപീകരിക്കാൻ വൈകി എന്നതാണോ നിങ്ങളുടെ ന്യായം? ആ വിഷയം അവിടെ മറുപടി കിട്ടി. നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർണാടക CID 18 തവണ കത്തയച്ചു. 18 തവണയും മറുപടിയില്ലാത്ത നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കും
മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. മറുപടി പറയാൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നില്ല ആ വാർത്താ സമ്മേളനം. ഞാൻ അങ്ങയിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ വരാം. അത് അങ്ങ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, രാഹുൽ ഗാന്ധി ഒരു പൂത്തിരി കത്തിച്ചു പോയി. ഹൈഡ്രജൻ ബോംബാണെന്ന് BJP പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല. പക്ഷേ ഹൈഡ്രജൻ ബോംബ് പിന്നാലെ വരുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നൽകിയ രേഖകൾ, കൊണ്ടുവന്ന തെളിവുകൾ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ കൂടി കൊണ്ടുവന്ന് അവർ കൂടി പ്രതികരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു. പക്ഷെ അതിൽ വിശ്വാസ്യതയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഇത് പരാജയപ്പെടുമ്പോഴുള്ള പ്രതികരണമായിട്ട് BJP പരിഹസിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? സ്മൃതി, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധി താങ്കൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ത്യ അല്ലാത്ത മറ്റെല്ലാ അയൽപക്ക രാജ്യങ്ങളിലും സ്വന്തം നാവ് കൊണ്ട് ഒരു സന്ദർശനം നടത്താൻ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ചർച്ചയുടെ മെറിറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഇതിനെ ഒരു രാഹുൽ ഗാന്ധി മോഡി പ്രശ്നമായി, BJP കോൺഗ്രസ് പ്രശ്നമായി പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇപ്പം ഇവിടെ അദ്ദേഹം തന്നെ ഉപയോഗിച്ച ഒരു രാജ്യത്തിൻ്റെ പേരുണ്ടല്ലോ, പാകിസ്ഥാൻ. ചരിത്രത്തിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരേ രാത്രിയിൽ പിറന്നു വീണ രണ്ട് രാജ്യങ്ങളാണ്. ആ രാജ്യത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. നിരന്തരമായ പട്ടാള അട്ടിമറികളുടെ ചരിത്രം ആ രാജ്യത്തിനുണ്ടായി. പക്ഷെ നമ്മുടെ ഈ ഭാരതം ഒരൊറ്റ ദിവസം പോലും പട്ടാള ഭരണത്തിൻ്റെ കീഴിൽ പോയിട്ടില്ല. ഇവർ തന്നെ ഉന്നയിക്കുന്ന അടിയന്തരാവസ്ഥക്കാലത്ത് ഞാൻ കൂടി ഇനി സമ്മതിച്ചെന്നാൽ ആ ഒരു കറുത്ത പാടല്ലാതെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ കാത്ത് സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഇനി രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം, ഇതിപ്പോൾ 2019 അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ സഫ്യസാജി ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ബാക്ക് സ്ലൈഡിംഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് മീററ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതിക്ക് മുൻപാകെ ഒരു പൊതു താല്പര്യ ഹർജി വന്നു. അതിലൊക്കെ ഈ വോട്ട് ചേർക്കുന്നതിലും വോട്ട് വെട്ടുമാറ്റുന്നതിലും തെറ്റായ ചില നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വാർത്താ സമ്മേളനങ്ങളുടെ സവിശേഷത, അദ്ദേഹം പൊതുവായി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോവല്ല. അദ്ദേഹം വളരെ കൃത്യമായി, സ്മൃതി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇടത് ഭാഗത്ത് സൂര്യകാന്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ബബിത ചൗധരി നിൽക്കുന്നു. ഈ സൂര്യകാന്ത് കൊടുത്തു എന്ന് പറയുന്ന അപേക്ഷയുടെ പുറത്താണ് ബബിത ചൗധരിയുടെ വോട്ട് വെട്ടിമാറ്റാൻ ശ്രമം നടന്നത്. സൂര്യകാന്ത് പറയുന്നു ഞാൻ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. ബബിത ചൗധരി അത് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെയും കുറെ ഗോദാഭായിയുടെ പേര് എന്ന് വെച്ചാൽ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് കൃത്യമായി പട്ടിക ചൂണ്ടിക്കാണിച്ച് വോട്ടർ പട്ടികയിലെ ഒന്നാമത്തെ പേരുകാരന്റെ അപേക്ഷയിൽ പിന്നീട് അങ്ങോട്ട് വരുന്ന വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. ഈ വോട്ടുകൾ സ്വാഭാവികമായി ABCD പേരുകളുണ്ട്. എന്നുവെച്ചാൽ മഹാദേവ്പുര മണ്ഡലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണോ ചൂണ്ടിക്കാണിച്ചത് അതിന്റെ ഒരു ഫേസ് 2 ആണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇപ്പൊ BJP പ്രതിനിധി പറഞ്ഞല്ലോ ഇത് 2023 കാര്യമാണ്, എന്നാൽ ഇതങ്ങോട്ട് മാറ്റിവെക്ക്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യത്തിന് മാത്രം നിങ്ങളൊന്ന് ഉത്തരം പറയാമോ? സ്പെസിഫൈക്ക് ആയിട്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവർ ന്യായീകരിക്കുന്ന BJPയും ആ ബാംഗ്ലൂരിലെ ഒറ്റമുറിയിൽ കൃത്യമായി അഡ്രസ് തേടിപ്പിടിച്ച് നിങ്ങൾക്ക് സ്തുതി പാടുന്ന രാജ്യത്തെ മാധ്യമങ്ങൾ വാതിൽക്കൽ ചെന്ന് നിന്ന് മൈക്ക് നീട്ടിയിട്ട് അവിടെ താമസിക്കുന്ന പശ്ചിമ ബംഗാളുകാരനോട് ചോദിച്ചല്ലോ, ഇവിടെ താമസിച്ച ആ 87 പേർ എവിടെ? അവർ വോട്ട് ചെയ്ത് പോയതാണല്ലോ, അവരുടെ വോട്ട് കിട്ടിയിട്ടാണല്ലോ നിങ്ങളവിടെ ജയിച്ചത്. നിങ്ങളൊന്ന് പറയുന്നേ, ഒരു ഒറ്റ മുറിയിൽ 87 പേർ സുഖമായി താമസിക്കുന്ന ആ വിദ്യ നിങ്ങൾ അതിന് സ്പെസിഫിക് ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി. അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവിടെയാണ്. ഇത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് വിഷയമല്ല, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സുതാര്യതയുടെയും വിശ്വാസ്യതയുടെയും പ്രശ്നമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. സ്പെസിഫിക്കായ ചോദ്യങ്ങൾക്ക് സ്പെസിഫിക്കായി ഉത്തരം പറയാൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. അതിനവർ ഈ നിമിഷവും തയ്യാറായിട്ടില്ല എന്ന് വന്നാൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരികയാണ്. ഇതിപ്പോൾ ഹൈഡ്രജൻ ബോംബല്ല. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു, ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ആ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഹൈഡ്രജൻ ബോംബ് കൂടി പുറത്തേക്ക് വന്നാൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപിൽ മുഖം കാണിക്കാൻ കഴിയില്ല. ബീഹാറിലെ വോട്ടധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രശ്നം അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ ഭരണഘടനയെ തകർത്തിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ വിചാരിക്കുകയാണോ? ആപ് ലോഗോങ്കോ ഏക് കർക്കെ പക്കടേങ്കെ, നിങ്ങൾ ഓരോന്നായി പിടികൂടുമെന്നാണ്. സ്പെസിഫിക്കായി അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അതിനകത്ത് വീട്ടു നമ്പറുകളുണ്ട്, മനുഷ്യരുണ്ട്. ഇപ്പൊ യോഗേന്ദ്ര യാദവ്, സ്മൃതി ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, യോഗേന്ദ്ര യാദവ് അദ്ദേഹം ഒരു അഭിഭാഷകനല്ല, പക്ഷെ ബീഹാർ SIR-മായി ബന്ധപ്പെട്ട കേസിന്റെ വാദം നടക്കുമ്പോൾ അദ്ദേഹത്തെ കേൾക്കാൻ രാജ്യത്തിന്റെ സുപ്രീം കോടതി തയ്യാറായി. അപ്പോഴോ 2-3 മനുഷ്യരെ കോടതി മുറിയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് യോഗേന്ദ്ര യാദവ് പറഞ്ഞു, ഇതാ
ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചവരെന്ന് വിധി എഴുതി വോട്ടവകാശം വെട്ടിമാറ്റിയവരാണ്. അവർ ശ്വസിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, പച്ച ജീവനോടെ നിൽക്കുന്നു. 6 പേരെ ഇടത്തും വലത്തും നിർത്തി ചായ കുടിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഇതാ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി, പരേതാത്മാക്കളോടൊപ്പം ചായ കുടിക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് അവസരം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഓരോന്നോരോന്നായി ഏതു സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഈ തൊടുന്യായങ്ങളോ തറുതലയോ മതിയാവില്ല. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു പോവുക എന്നല്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സുതാര്യത സംരക്ഷിക്കാൻ, ഇതിൻ്റെ ഒരു അന്തസ്സ് സംരക്ഷിക്കാൻ മറ്റൊരു മാർഗമില്ല. നിങ്ങളല്ല, ഞങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് തോറ്റു എന്ന്. നിങ്ങൾ 400 സീറ്റ് പിടിക്കാൻ ഇറങ്ങിയവരല്ലേ? ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയല്ലോ. ഇപ്പോഴത്തെ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ്റിന് അക്ഷരാർത്ഥത്തിൽ അധികാരത്തിൽ ഒരു ദിവസം പോലും തുടരാൻ ജനാധിപത്യത്തിൽ ധാർമ്മിക അവകാശമില്ല. ഇമ്മട്ടിൽ വലിയ വോട്ടുകൊള്ള നടത്തിയാണ് നിങ്ങൾ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അതിൻ്റെ തെളിവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഈ രേഖകൾ ചോദിക്കുമ്പോൾ ആ രേഖകൾ കൊടുക്കാതെ, കൊടുത്ത രേഖകൾ അദ്ദേഹം പരിശോധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന മട്ടിൽ മെഷീൻ റീഡബിൾ അല്ലാത്ത സംഗതികൾ നിങ്ങൾ കൊടുക്കുന്നത്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്ന വോട്ടർ പട്ടിക ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പരിശോധിക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നു, വോട്ട് കൊള്ള നടത്തിയിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഈ നിമിഷം നരേന്ദ്രമോദി ഇരിക്കുന്നത് എന്ന്. ശരി, ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് കേന്ദ്രീകൃതമായൊരു തട്ടിപ്പാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് കോൾ സെന്ററുകൾ വഴിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓട്ടോമേറ്റഡ് രീതി ഉപയോഗിച്ചുള്ള നീക്കം ചെയ്യലുകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടികൾ കിട്ടുന്നില്ല. ഇങ്ങനെ സാധ്യമല്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു മറുപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ആ ഉത്തരം കൃത്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ രാഹുലിൻ്റെ ആരോപണങ്ങൾ, വോട്ട് ചോരി ആരോപണങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് ഇഷ്ടമുള്ള ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ് വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോഴും ചോദ്യങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഉത്തരം നൽകിയില്ല, മുഴുവൻ ആരോപണങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിലും മറുപടി പറയാനുള്ള സാധ്യത അങ്ങ് എത്രത്തോളം കാണുന്നുണ്ട്? അതെ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജനാധിപത്യ മാർഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാന്യമായ രീതിയിൽ രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ എല്ലാ ഗൗരവ സ്വഭാവത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കണ്ടവർ ശ്രദ്ധിച്ചു കാണും. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, എച്ച് ബോംബ് അതല്ല എന്ന് പറയുന്നത്, അത് വേറെ കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് തെളിവുകൾ കിട്ടിയിട്ട്, ശക്തമായ തെളിവുകളുടെ അതിന്റെ സാന്നിധ്യത്തിൽ അതോട് കൂടി മാത്രമേ, സ്ഥാപിക്കപ്പെട്ട തെളിവുകളോട് കൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെക്കാനിസം, അത് നേരത്തെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ അല്ല. അത് കുറച്ച് 2023 ആയിക്കൊള്ളട്ടെ, കർണാടകത്തിലെ CID ആയിക്കൊള്ളട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ആര് ഭരണത്തിലിരുന്ന സമയത്തായിക്കൊള്ളട്ടെ, കത്തുകൾ അയക്കുന്നു, വിവരങ്ങൾ ചോദിക്കുന്നു. ഈ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരാവശ്യപ്പെട്ട വിവരങ്ങൾ, ഈ എങ്ങനെയാണ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്, വോട്ടറുടെ പേര് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്, ആരാണ് ഈ ഫോൺ കോള് നടത്തുന്നത്, രാവിലെ 4 മണിക്ക് ആരാണ് ഈ ഫോൺ എടുത്ത് വെച്ച് ഇത് പ്രവർത്തിപ്പിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ഫോൺ കോളുകൾ വരുന്നത്, അതിന് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ എവിടെയാണ്, ഇതിന്റെ ഈ ഇലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു പേര് ഡിലീറ്റ് ആകുന്നത്. പിന്നെ വേറൊരു മണ്ഡലത്തിലെ കാണിച്ചു അഡീഷൻ ആണ്, അവിടെ എങ്ങനെയാണ് പേരുകൾ പെട്ടെന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇതെല്ലാം അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ആർക്കെതിരെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻസ് നടത്താൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. നേരത്തെ താങ്കൾ കണ്ടു കാണും, ഇന്ത്യ ടുഡേ കോൺക്ലേവില് വിരമിച്ച 3 ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരാണ് പറഞ്ഞത്, ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വെറുതെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷന് ഇത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. തെളിവുകൾ അവരുടെ പക്കത്താണ്. എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, ഇതിൽ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, എന്താണ് പ്രതിപക്ഷ കക്ഷികൾ ഭയക്കുന്ന കാര്യം, ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്ന സംവിധാനം എന്താണ്, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിലുള്ളത്, ഈ കോൾ ഡേറ്റ റിവീൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം,
നേരത്തെ ശ്രീ മീരാൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് എന്റെയും മനസ്സിലുള്ള ഒരു പേടി. അതായത് പ്രതിപക്ഷ നേതാവാണ് ഞാൻ, ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇപ്പോൾ സമരക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു സംവിധാനത്തില് ഈ ജനാധിപത്യം നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം വരുന്നില്ല. അവിടെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം, ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ജോലി ചെയ്യുകയാണെങ്കിൽ, നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതുപോലെ ഓരോ സംവിധാനങ്ങളും ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് അതിനകത്തുള്ള ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം വന്നിട്ടില്ല ഇത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ. ഇതിന്റെ പ്രശ്നം വരുന്നത്, നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആ ഒരു എക്സാമ്പിൾ എനിക്കും തോന്നുന്നത് പല രാജ്യങ്ങളിൽ, അതായത് BJP പ്രതിനിധി അത് തന്നെ പറഞ്ഞു, അമേരിക്കയിലെ എക്സാമ്പിൾ എനിക്ക് ഉണ്ടാകുന്ന പേടി അത് തന്നെയാണ്. ഇപ്പൊ ലോകത്ത് ഈ സ്ട്രോങ് മാൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് അവരെല്ലാം പറയുന്ന റീസണിങ് ഇതാണ്. അമേരിക്കയിലാണെങ്കിലും പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇവിടെ എന്നെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയാണ്. അവിടെ ജെറിമാൻഡറിങ് പല സ്റ്റേറ്റുകളിലെയും നമ്പർ കൂട്ടിയിട്ട് ഭരണത്തിൽ എപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾ ജയിച്ചു വരുന്ന രീതിയിലാക്കാനായിട്ട് ഇദ്ദേഹം ഒരു ശ്രമം നടത്തുന്നു. പല ജനാധിപത്യ സംവിധാനങ്ങളിലെ ജനാധിപത്യ സ്വഭാവം ചോർന്നൊലിക്കുകയും ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകളായിട്ട് വരുന്നവര് ഭരണത്തിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ്, അത് ജനാധിപത്യത്തെ നേരിട്ടും അല്ലാതെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ മാത്രമല്ല, ഇപ്പൊ നേപ്പാളിൽ നടക്കുന്നു, ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, ശ്രീലങ്കയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ഇന്ത്യയിലും, ഇത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് എന്താണ്? എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ, ബാക്കി ജനങ്ങളുടെ കയ്യിലാണ്. അതിന്റെ അർത്ഥം BJP പ്രതിനിധി പറയുന്നത് പോലെ കോടതിയിലേക്ക് പോയിക്കൂടെ എന്ന ചോദ്യം മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ടെന്ന് BJPയും ചോദിച്ചത് അതാണ്. കോടതിയിൽ പോയി പറയൂ എന്ന്. അപ്പോൾ കോടതിയെ വിശ്വസിക്കേണ്ട എന്നാണോ, കോടതിയിൽ എടുക്കുന്ന കാലതാമസത്തിന് കാത്തു നിൽക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇംപീച്ച്മെന്റിനുള്ള നോട്ടീസ് കൊടുക്കുന്നു, പ്രതിപക്ഷ കക്ഷികളെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനായിട്ട് ആദ്യമായിട്ടൊരു ശ്രമം നടത്തുന്നു. അത് ജനാധിപത്യപരമായ മാർഗമാണ്. അവിടെ ഒരുപക്ഷെ സഭയിലെ നാഥൻ, പാർലമെന്റിലെ സ്പീക്കർ, ലോക്സഭയിലെ സ്പീക്കർ, രാജ്യസഭയിലെ വൈസ് പ്രസിഡന്റ് ആണ്, അവർ ആ മോഷൻ അഡ്മിറ്റ് ചെയ്യുക പോലും ഇല്ലായിരിക്കും. പക്ഷേ ജനാധിപത്യത്തിന്റെ ഒരു മാർഗമാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തിയാണ് പാർലമെന്റിനകത്തും പുറത്തും. പിന്നെ കോടതിയിൽ പോകേണ്ട കേസുകൾ കോടതിയിൽ പോവുകയും ചെയ്യാം. ഈ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്, ജനങ്ങൾക്ക് ഇത് അറിയുകയാണെങ്കിൽ ജനങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ പന്തെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഈ തീവ്ര വലതുപക്ഷമായിട്ടുള്ളവര് അല്ലെങ്കിൽ ഇതിലെ ന്യായം കണ്ടെത്തുന്നവർക്ക് വീണ്ടും ഭരണത്തിലെത്താനുള്ള, പക്ഷേ ജനങ്ങളുടെ കയ്യിലേക്ക് ആ തീരുമാനം വെച്ചു കൊടുക്കുന്നതിനെയാണ് ഇവിടെ അട്ടിമറി നടത്താനുള്ള ശ്രമമായിട്ട് BJP വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ലാൽകുമാറിലേക്ക് വരാം. ലാൽകുമാർ, ഇതിപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചില വിവരങ്ങൾ കമ്മീഷനകത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആധികാരികമാണ് ഈ വിവരങ്ങൾ എന്നുകൂടിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കൃത്യമായല്ല നടത്തുന്നത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ പലർക്കും അഭിപ്രായമുണ്ട് എന്ന രീതിയിൽ കൂടിയാണ് കാര്യം പുറത്തേക്ക് വരുന്നത്. അതിലുള്ള അങ്ങോട്ടേക്ക് ലാൽകുമാർ, വോട്ട് വെട്ടാൻ വന്ന അപേക്ഷകളുടെ ഫോൺ നമ്പറുകൾ, ഈ നമ്പറുകളൊന്നും ആ സംസ്ഥാനത്തിൽ അകത്തുനിന്നല്ല പുറത്തു നിന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫോൺ നമ്പറുകളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ആ നമ്പറുകൾ ആരുടേതാണ്, എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ പ്രക്രിയ തടസ്സപ്പെടുത്താൻ എവിടെ നിന്നാണ് ഇവർക്ക് OTP ലഭിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അതിനെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഇല്ലാത്തത്? അങ്ങനെയൊന്നും നടക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഇവിടെ നോക്കൂ, ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്താണ്? അതിൻ്റെ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചർച്ചയ്ക്ക് ഇതേ വിഷയത്തിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സുപ്രീം കോടതി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ടൈം ആൻഡ് അഗെയിൻ സുപ്രീം കോർട്ട് ഹാസ് സെഡ് ഇറ്റ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോള് വൃത്തിയായി ചെയ്യുന്നുണ്ടോ? അവിടെ ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ സാധാരണ മനുഷ്യൻ്റെ ഒരു ചിന്തയ്ക്ക് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നിട്ടുണ്ട്. ആ ട്രസ്റ്റ് ഫാക്ടർ അവർക്ക് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷന് പറ്റുന്നില്ല. ഇപ്പം ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ശരി, എന്തുകൊണ്ട് പറ്റത്തില്ല, അത് എന്തുകൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണ്ടേ നമുക്ക്? ഈ പറയുന്ന ആൾക്കാരുടെ പേര് മറ്റു രീതിയിൽ കൊടുത്തിരിക്കുന്നു,
ഇപ്പോൾ കഴിഞ്ഞ അഡ്രസ്സിൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അവരൊരു എക്സ്പ്ലനേഷൻ തന്നതായിരുന്നു, നമുക്കതങ്ങ് എടുക്കാം, പോട്ടെ. അച്ഛൻ്റെ അമ്മയുടെ പേരിൻ്റെ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇല്ല. ഈ പറയുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇല്ല. ഒരുപാട് പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് 36 സെക്കൻഡ് കൊണ്ട് അങ്ങാണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിന് മറുപടി ഉണ്ടോ? ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നിടത്തോളം കാലം ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ഈ ചുമ്മാതുള്ള മിയർ എക്സ്ക്യൂസസ് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കണ്ടക്ട് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. എനിക്കിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റുക? കാര്യം എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് വരുന്നൊരു കാര്യമാണ് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികളുടെ ഭാഗം ശരിയല്ല, കൺവിൻസിംഗ് ആയിട്ട് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? രാഹുൽ ഗാന്ധി മാത്രമാണോ? ഞാനാണോ പറഞ്ഞത്? ഞാൻ മാത്രമാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്നവർ മാത്രമാണോ പറഞ്ഞത്? അല്ല, മുൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് മുൻ ഇലക്ഷൻ കമ്മീഷന്മാർ 2 പേര് പറഞ്ഞിട്ടുണ്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസും പരാജയപ്പെട്ടു. ആ പറയുന്ന അവർക്ക് തോന്നുന്നുണ്ടല്ലേ ഇത് പറയുന്നത്? ആ തോന്നൽ മാറ്റാനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തും. അതിപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി വളരെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യം നമ്മളോട് പറയുന്നു. അതിന് BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞേ? ഇത് ബംഗ്ലാദേശിനെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പോലെ അട്ടിമറിച്ച് അധികാരത്തിലേക്ക് വരാൻ നോക്കൂ. അട്ടിമറിച്ച് അധികാരത്തിൽ വരാൻ ആരാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളതാണല്ലോ ചോദ്യം. സാധാരണ ഡെമോക്രാറ്റിക് എക്സസൈസ്, വോട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് എക്സസൈസിനെ ഒരു അട്ടിമറിന്ന് ഒരു സാബറ്റാഷ് നടത്തി നിങ്ങൾ ഇതിൽ ഓഫീസ് ഒക്യുപ്പൈ ചെയ്യാൻ ചെയ്യുന്നുണ്ടോ, ആരേലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ആരും ചെയ്യാൻ പാടില്ല. കോൺഗ്രസ് ചെയ്യാൻ പാടില്ല, CPM ചെയ്യാൻ പാടില്ല, BJP ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിസ്റ്റമിക് ഇഷ്യൂ അവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിപ്പോൾ കോൺഗ്രസ് ഈ വോട്ട് ആഡ് ചെയ്തിരിക്കുന്നിരിക്കട്ടെ, ഇപ്പം ആരുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, അത് നോക്കണമെന്നല്ലേ അദ്ദേഹം പറയുന്നത്. അത് നോക്കണമെന്ന് പറയുമ്പം ഇലക്ഷൻ കമ്മീഷന് എന്താ അത് ബുദ്ധിമുട്ട്? പെട്ടെന്നൊരു ബ്ലാങ്കറ്റ് ബോംബിങ് അവർ നടത്തും. അവർ വന്നിട്ട് പെട്ടെന്ന് പറയും അങ്ങനെ ഒരു സംഭവമില്ല. ഇതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ, ഇതിൻ്റെ ഒരു ബേസിക് ഫാക്ട്സ് അറിയാതെ, ഇതിനെക്കുറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് ശ്രദ്ധിക്കാതെ, കേൾക്കാതെ, അതിനെക്കാട്ടിൽ മുമ്പിൽ ഈ BJPയുടെ പ്രതിനിധി വന്നിരുന്ന് പറയുന്നത് പോലെ BJPയുടെ പ്രതിനിധി അത് പറയും. കാര്യം എന്താ? BJPയുടെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ള ജോലി അല്ലേ? അത് അങ്ങനെ ഒരു പൊസിഷൻ അവരെടുക്കുക. അങ്ങനെ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ എന്താ? കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. നിങ്ങളോട് നമുക്ക് ചോദ്യമില്ലല്ലോ. മോദി ഇത് അട്ടിമറിച്ചോ എന്നുള്ള ചോദ്യം നമുക്കില്ലല്ലോ. BJP അതുവഴി അധികാരത്തിൽ എത്തിയോ എന്നുള്ള ചോദ്യം ഇപ്പൊ ഇല്ലല്ലോ. ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ്. ഇത് ആരേലും ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന ബോഗസ് വോട്ടിംഗ് വന്നിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്ന ഇലക്ട്രൽ ലിസ്റ്റിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ABCD അച്ഛൻ്റെ അമ്മയുടെ പേര് വരാൻ പറ്റുമോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നാൽ മതി. ബാക്കി നറേറ്റീവ് ഈ പറയുന്നതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അല്ലേ? അപ്പൊ കൺവിൻസിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാൻ ഇവർക്ക് ഒരു കാരണവശാലും പറ്റുന്നില്ല. പറ്റുന്നുണ്ടെന്ന് ഇവർ ധരിക്കുന്നതാണ്. വളരെ വീക്കാണ്. നമുക്ക് നോക്കൂ, സ്മൃതി ഒരു കാര്യം ആലോചിക്കണം. രാജ്യത്തെ ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം പോയില്ലേ? അപ്പം വിമർശിക്കുന്നവൻ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയനായിട്ട് കരുതുന്ന സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയെ വിമർശിച്ച ആൾക്കാർ സംസാരിക്കുന്നില്ലേ? ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതും. ആൾക്കാർ സുപ്രീം കോടതി ശരിയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഹൈക്കോടതി ചെയ്തത് ശരിയല്ല, ഈ ജഡ്ജി ചെയ്തത് ശരിയല്ല, എത്രയോ വിമർശനങ്ങൾ വരുന്നു. ഉടനെ മോശമാക്കുക, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മോശമാക്കുക എന്നുള്ളത് മാത്രമാണോ? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവർക്ക് മറുപടി പറയാനൊരു സ്കോപ്പുണ്ട്. ആ മറുപടി പറയാനുള്ള സ്കോപ്പിന് അവർ കൃത്യമായിട്ട് പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനകത്ത് ഇതുണ്ടായിരുന്നല്ലോ, യോഗേന്ദ്ര യാദവ് അവിടെ ആളെ കൊണ്ടുവന്നല്ലോ. മരിച്ചുപോയി എന്ന് ബീഹാറിൽ ഇവർ പറഞ്ഞ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ, BJP പറഞ്ഞതല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ആളെ അദ്ദേഹം ആ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. യോഗേന്ദ്ര യാദവ് അടിപൊളിയായി വാദിച്ചു എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഈ മരിച്ചുപോയ ആളെ കൊണ്ടുവന്നു. അപ്പം സുപ്രീം കോടതിക്ക് അത് കൺവിൻസ്ഡ് ആയിരുന്നു ആ വിഷയത്തിൽ. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് വെദർ യു ഷുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകാനും അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരം പിടിക്കാനും ആണെന്നുള്ള നറേറ്റീവിന്റെ പ്രശ്നം എന്നറിയോ? അതാണ് ഇവർ ഡെസ്പറേറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഡെസ്പറേഷൻ കൊണ്ടാണ് പറയുന്നത്. കാര്യം ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രശ്നം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നത് എന്ത് ലോജിക്കാവുള്ളേ? രാഷ്ട്രീയ നേട്ടത്തിനും കൂടെ ആണെന്നേ. കാര്യം നമ്മൾ അങ്ങനെ തന്നെ എടുത്തോ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ വേണേ പറയാം.
നമ്മൾ കഷ്ടപ്പെട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇവരെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വേറൊരു രീതിയിൽ ഒരു ഇടപെടിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട വിഷയമല്ലേ? ഇപ്പൊ ഈ പറഞ്ഞു ഇത് മൊത്തം ഒന്ന് പരിശോധിക്കുന്നതിനും ഈ പറയുന്ന തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനും ഇലക്ഷൻ കമ്മീഷൻ എന്താ പ്രശ്നം? BJPക്ക് എന്താ പ്രശ്നം? BJPക്ക് പ്രശ്നം വരേണ്ട കാര്യമില്ല. അവർക്ക് ന്യായമായിട്ട് വോട്ട് ചെയ്ത ആൾക്കാരല്ലേ ഉള്ളത്. 85 പേര് 87 പേര് ഒരു വീട്ടിലുണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് എന്താ പ്രശ്നം? BJPക്ക് എന്താ പ്രശ്നം? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇതിനകത്തൊരു താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാതെ ഒരു ലാക്ലെസ്റ്റർ അപ്രോച്ചോടുകൂടി നിങ്ങളുടെ പ്രതികരണം വരുവാണെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്ന വിഷയത്തിൽ പിന്നെ നമ്മൾ നിങ്ങളെ സംശയിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെ കോർണർ ചെയ്യാനും ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ നശിപ്പിക്കാനും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാര്യം ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ, ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്ന വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു, ഇതിനെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന എളിഭ്യരായി തലതാത്തി നിൽക്കുകയാണെങ്കിൽ ചോദ്യം വീണ്ടും വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഹൈഡ്രജൻ ബോംബ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി കണ്ടെത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പൊ നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോട് ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് യോജിപ്പുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ മാന്യമായിട്ട് എടുക്കണം. ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലുത് വരാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് വരാൻ ആ പറയുന്നതിന് അതൊന്ന് പരിഹരിക്കണമെന്നും ഇനിയും വരാനുള്ളിടത്തും ഇളിഭ്യരാകരുത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്നാ ഇല്ലാത്ത? അപ്പൊ ഹൈഡ്രജൻ ബോംബ് വരട്ടെ, അതും കൂടെ നമുക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക അല്ലേ? അത് പൊട്ടിച്ചിട്ട് അതിനെ രാഷ്ട്രീയമായിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നേ? അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? ഈ പറയുന്നത് എന്താണ് നമുക്ക് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതിന് പകരം ഹൈഡ്രജൻ ബോംബ് വരട്ടെ, അത് പൊട്ടിച്ചിട്ട് ബാക്കി അതിന് കുഴപ്പമില്ലെങ്കിൽ ബാക്കി നമ്മൾ ആലോചിക്കാമെന്ന് പറഞ്ഞ പരിപാടിയാണ് നടത്തുന്നത്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. എൻ്റെ വിശ്വാസം, ഞാൻ ഈ ജനങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ വിശ്വാസം നശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, അത് കേൾക്കുന്നവരുടെ കുഴപ്പമല്ല. ശരി, കേണൽ എസ് ഡിനി, ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ഘാതകർക്കൊപ്പമാണ് ജ്ഞാനേഷ് കുമാർ. ആ പേര് തന്നെയാണ് പറഞ്ഞത്. മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനത്തെയുമല്ല പറഞ്ഞത്. ജ്ഞാനേഷ് കുമാർ ജനാധിപത്യത്തിന്റെ ഘാതകർക്കൊപ്പമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളുണ്ടല്ലോ, ഇപ്പോൾ പുറത്തു വന്ന പ്രതികരണങ്ങളുണ്ട്. കോടതിക്ക് മുന്നിൽ യോഗേന്ദ്ര യാദവ് മരിച്ച ആളുകളുമായി എത്തി നടത്തിയ വാദപ്രതിവാദങ്ങൾ, അതിനുശേഷം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നടത്തിയ ഇന്റർവ്യൂ, അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യവും തുറന്നു പറഞ്ഞിട്ടില്ല, സുതാര്യതയില്ലായിരുന്നു, വിശ്വാസ്യത സംരക്ഷിക്കുന്ന പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സംവിധാനത്തിന്റെ തലപ്പത്തിരുന്നവർ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അജണ്ട എന്ന് പറഞ്ഞ് ഇത് ഒഴിയാൻ പറ്റുന്ന വിഷയമല്ല, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് പറയുന്നു ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാൻ. തെരുവിലിറങ്ങുന്ന പ്രക്ഷോഭങ്ങൾക്കാണ്, തെരുവിലിറങ്ങുന്ന അട്ടിമറിക്കാകണമെന്നില്ല. ആ പ്രക്ഷോഭം എന്നുള്ള സത്യം പുറത്തേക്ക് വരുമ്പോൾ അതിൽ ജനം പ്രതികരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിലൊരു സുതാര്യതയുണ്ട്. തിരിച്ചങ്ങോട്ട് കിട്ടുന്ന മറുപടിയിൽ ആ സുതാര്യതയില്ല. കേണൽ എസ് ഡിനി. ഓക്കെ മാം, ഞാൻ ഇതിന്റെ ഓരോരുത്തരും പറഞ്ഞതിൻ്റെ അത് വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് എനിക്കുണ്ട്. അത് പറയാനുള്ള സമയം ദയവായി അങ്ങ് എനിക്ക് അനുവദിക്കണമെന്നുള്ള കാര്യമാണ്. കാരണം ഇത്രയും ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് റിക്വസ്റ്റ് എനിക്ക് ആ ഒരു സമയം തരണം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഇപ്പം മാം ജ്ഞാനേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അത് അദ്ദേഹം തന്നെ ഡിഫെൻഡ് ചെയ്യണം. ഞാനൊരു 3 ഇലക്ഷൻ കമ്മീഷണറിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന അവരുടെ കഥ പറയാം. മിസ്റ്റർ TN സെഷൻ, നമ്മളെല്ലാം വളരെ ഒരു എന്താ പറഞ്ഞ റെവല്യൂഷൻ ഇൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ TN സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1999 ഗാന്ധിനഗറിൽ BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മിസ്റ്റർ ലാൽകൃഷ്ണ അദ്വാനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരുന്ന് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ BJPയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. MS ഗിൽ 2001 തോന്നുന്നു അദ്ദേഹം റിട്ടയർ ആയത്. 2001 റിട്ടയർ ആയിട്ട് 2004 അദ്ദേഹം രാജ്യസഭ മെമ്പർ ആവുന്നു. അത് കഴിഞ്ഞിട്ട് 2008 അദ്ദേഹം മിനിസ്റ്റർ ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് ആവുന്നു. 10 വർഷത്തോളം അദ്ദേഹം 12 വർഷം അദ്ദേഹം രാജ്യസഭ മെമ്പറാണ്. ആരായിരുന്നു? ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു, രാജ്യസഭ MP ആവുന്നു, പിന്നെ മന്ത്രി ആവുന്നു. ഇനി ഒരു ചാവ്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നവീൻ ചാവ്ല. അദ്ദേഹം 1971 ഒരു ബാച്ചിന്റെ ഓഫ് അതറിയാം. ഞാൻ അതാ പറഞ്ഞത്. അത് അലൗ മീ ടു കംപ്ലീറ്റ്. ഞാൻ പറയുന്നത് അതാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് തന്നെ അതാണ്. എന്നെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമല്ല ഞാൻ എന്ത് പോയിന്റാ പറയുന്നുള്ളത് അറിയാൻ പറ്റൂ. അപ്പം മിസ്റ്റർ നവീൻ ചാവ്ല 1971 ഷാ കമ്മീഷൻ നമുക്ക് അറിയാമല്ലോ, എമർജൻസിയുടെ ആ സമയത്ത് ഉണ്ടായതാണ്. ആ ഷാ കമ്മീഷന്റെ അദ്ദേഹം പറഞ്ഞത് ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ എനി ജോബ് എന്നുള്ള രീതിയിലാണ് ആ ഷാ കമ്മീഷൻ പറഞ്ഞത്.
അതേ നവീൻ ചാവ്ല പിന്നീട് പെട്ടെന്ന് പലരെയും സൂപ്പർസീഡ് ചെയ്ത് അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവുന്നു. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇങ്ങനെ വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട്. അത് കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്നു ഇങ്ങനെ വന്നിരുന്നത്. അതേ സെയിം രീതിയിലാണ് ഇപ്പോഴും നടക്കുന്നതെന്നുള്ള ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആൻസർ ചെയ്തുള്ളൂ, ഞാൻ ആൻസർ ചെയ്യാൻ എനിക്ക് അതിനകത്ത് കാര്യമില്ല. ഇനി നേരത്തെ ഇവിടെ ജനാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് ഇവിടെ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. 1987 ഇലക്ഷൻസ്, ജമ്മു ആൻഡ് കശ്മീർ ഇലക്ഷൻസ്, ഞാൻ അവിടെ 7-8 വർഷം സർവീസ് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ നേരിട്ട് ഈ ആളുകളായിട്ട് നമ്മൾ സംസാരിക്കും, അവിടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പഴയ ആളുകളായിട്ട് സംസാരിക്കാൻ അവർ കഥ പറയും. അതിന് ബുക്സിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. 1987 ഇലക്ഷൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരേ സ്ഥലത്ത് ഒരു സ്ഥലത്തും മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട്, ഇത് ശ്രീ ബിരാൻ കേൾക്കണം, മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടി മറുഭാഗത്ത്. ആ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ടിൽ മുഹമ്മദ് യൂസുഫ് ഷാ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്, ആ മറ്റേ സ്ഥലത്തുള്ള കാൻഡിഡേറ്റ് മൊയിനുദ്ദീൻ ഷാ എന്നായിരുന്നു കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്. ഈ മുഹമ്മദ് യൂസുഫ് ഷാ വലിയ രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഓപ്പോസിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആള് അവിടെ പോളിംഗ് വിട്ട് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു അട്ടിമറിയിലൂടെ 4000 വോട്ടിൽ ഈ കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെ കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ഈ മുഹമ്മദ് യൂസുഫ് ഷാ ആരായെന്നറിയാമോ? അദ്ദേഹമാണ് സയ്യിദ് സലാഹുദ്ദീൻ ആയത്. അതായത് ഭാരതത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വാർ ചെയ്യുന്ന ആ പാകിസ്ഥാനിൽ പോയി ഭീകരമായിട്ടുള്ള സയ്യിദ് സലാഹുദ്ദീന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനേജർ ആരാന്നറിയാമോ? യാസീൻ മലിക്. JKLF-ന്റെ യാസീൻ മലിക് ആണ് അദ്ദേഹത്തിന്റെ മാനേജറാണ്. ഇതാണ് പാരമ്പര്യം, ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ള പാരമ്പര്യം. ഞാൻ അങ്ങയോട് വ്യക്തിപരമായി ഒന്ന് ചോദിക്കട്ടെ, അങ്ങ് സൈന്യത്തിലായിരുന്നല്ലോ, കേണൽ എസ് ഡിന്നി, അങ്ങ് ഒരു സൈനിക ഓഫീസറായി ഇരുന്ന വ്യക്തിയാണ്. അങ്ങിപ്പോൾ BJP-യുടെ പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങ് സൈനികനായിരുന്നപ്പോൾ BJP രാഷ്ട്രീയ വെച്ചുകൊണ്ടാണോ പ്രവർത്തിച്ചിരുന്നത്? അല്ലല്ലോ, ആണോ? ഇല്ല, ഞാൻ നാച്ചുറലി അല്ലല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി ബന്ധപ്പെട്ടും അങ്ങയുടെ വാദം അവിടെ പൊളിയല്ലേ? അപ്പൊ ഞാൻ പൊളിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഒരു സർവിംഗ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുമ്പം ആ പൊളിറ്റിക്സിൽ കേറിയിട്ടുള്ള ആളുകളെ കുറിച്ച് എന്താണ് പറയാ? അന്ന് ആരെങ്കിലും ബയസ്ഡ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ മാം, അന്ന് ആരെങ്കിലും ബയസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇതേ രാജ്യത്ത് തന്നെ അല്ലേ അവർ. അപ്പൊ ഇന്ന് ഒരാൾ സർവീസിൽ ഇരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ബയസ് എന്ന് പറയുന്നത്? വാർത്താ സമ്മേളനം ബയസ്ഡ് ആയിരുന്നല്ലോ, ഭരണപക്ഷത്തിന് വേണ്ടി. ഇല്ല, ബയസ്ഡ് അല്ലായിരുന്നല്ലോ. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത് എന്നൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാൻ പാടില്ല. ഒപ്പീനിയൻ മാത്രമാണ് ഇവിടെ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നൊന്നും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരാൻ പാടില്ലെന്നേ. കമ്മീഷണർ പറഞ്ഞ എന്നെ ഒന്നി പറയാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ ഞാൻ മിണ്ടായിരിക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അലോ മീ ടു സമ്മതിക്കുക. അതായത് സെക്ഷൻ 20 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ഷൻസ് റൂൾ 1960 സെക്ഷൻ 3B ഇതെന്താ പറയുന്നത്? എവിഡൻസ് ടെൻഡേർഡ് ബൈ എനി പേഴ്സൺ ഷാൽ ബി ഗിവൺ ആൻ ഓത്ത് on oath and administer an oath for the purpose. ഇത് 1960 പണ്ഡിറ്റ് നെഹ്റുവിന്റെ സമയത്ത് ഉണ്ടാക്കിയ റൂളാണ്. അത് തന്നെയല്ലേ പറഞ്ഞ, നിങ്ങൾ ഒരു ആരോപണം കൊണ്ടുവരാണെങ്കിൽ, നിങ്ങൾ ഒരു തെളിവ് കൊണ്ടുവരാണെങ്കിൽ അത് തന്നെ പറ്റൂ. അതിനകത്ത് തെറ്റെന്താ? ആ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞത് തെറ്റെന്താ? പാർലമെന്റിൽ നടത്തി കഴിഞ്ഞതാണ്. ഇനി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നൽകേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, അത് ചോദിക്കുന്ന ഘട്ടത്തിലും ആ പറയുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ആവശ്യപ്പെട്ടത്? പാർലമെന്റിലെ ഓത്തിന്റെ പ്രൊട്ടക്ഷൻ പാർലമെന്റിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പാർലമെന്റ് പ്രൊട്ടക്ഷൻ. അവിടെ പാർലമെന്റ് പറഞ്ഞ അത് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ പാർലമെന്റ് പുറത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ശ്രീ രാഹുൽ ഗാന്ധി 4 പ്രാവശ്യം മാപ്പ് പറഞ്ഞത് സുപ്രീം കോടതി ചെന്നിട്ട്? എന്തിനാണ് പറഞ്ഞത്? കാരണം ആ പ്രൊട്ടക്ഷൻ ഉണ്ടോ? അല്ല, നമ്മൾ പറയുന്നതിന് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഏറ്റെടുത്തിട്ടില്ലെന്ന് അങ്ങേക്ക് എപ്പോഴാണ് തോന്നിയത്? പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയാണോ ഇവിടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നത് കേണൽ ബിന്നി? ഇല്ല, പവർ പോയിന്റ് പ്രസന്റേഷൻ ആർക്കും ചെയ്യാമല്ലോ. പവർ പോയിന്റ് പ്രസന്റേഷൻ വിത്ത് നോ പവർ ആൻഡ് നോ പോയിന്റ് ആർക്കും വേണമെങ്കിലും ചെയ്യാമല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ ഇഷ്യൂ ഈസ് നിങ്ങൾ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങൾ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അതായത് നമ്മളെ ഇവിടെ ഒരു ട്രസ്റ്റ് ഫാക്ടറിനാണ്. ആ ട്രസ്റ്റ് ഫാക്ടറിനാണ് നമ്മൾ അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടു. എങ്ങനെയാണ് ലോജിക്കൽ? നിങ്ങൾ ആദ്യം ഒരു ആരോപണം യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന മരിച്ച ആളുകളുണ്ടല്ലോ, അത് വെച്ച് വാദം നടത്തിയല്ലോ.
പിന്നീട് കുറച്ച് മരിച്ച ആളുകളുടെ ഒപ്പം ചായ കുടിച്ച് രാഹുൽ ഗാന്ധി നിന്നല്ലോ. അതെങ്ങനെ സംഭവിച്ചു? അതിനകത്ത് എന്താ അതിശയം എന്താണ് മാം? അതിശയമില്ല. അതിനകത്ത് അങ്ങേക്ക് അതിശയമില്ല. അല്ല, അതിനകത്ത് എന്താ അതിശയം എന്താണ്? ഇപ്പോഴും അതിനകത്ത് അതിശയമില്ല. കാരണം എറേഴ്സ് ഇൻ വോട്ടർ ലിസ്റ്റിൽ കാണും. നമ്മുടെ കേരളത്തിലില്ലേ? സുപ്രീം കോടതി തന്നെ യോഗേന്ദ്ര യാദവിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മാറ്റിയാ പോരായിരുന്നോ എന്ന്. നിങ്ങൾക്ക് ഇത് മാറ്റിയാ പോരാന്ന് സുപ്രീം കോടതി തന്നെ വാക്കാൽ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു. ഇത് ഒരു എററാണ്, അത് മാറ്റിക്കോ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, എല്ലാവരും പറയുന്നു നമ്മളിവിടെ എല്ലാം എറർ ഫ്രീ ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എത്രയോ പേരുകൾ തെറ്റാം, അഡ്രസ്സുകൾ തെറ്റാം. ഇപ്പൊ 85 പേരുകളുടെ ഒരു ഒരെണ്ണം പറഞ്ഞു. ഞാൻ പറയാം, ഞാൻ പേര് പോലും പറയാം. JR പത്മകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ BJP-യുടെ ഒരു അദ്ദേഹത്തിന്റെ സെയിം ഹൗസ് നമ്പറിൽ 27 പേരുടെ ഒരേ ലിസ്റ്റാണ്. ഒരേ പേരാണ് ട്രിവാൻഡ്രത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എന്താണ്? ഇതൊരു എററാണ്. എറർ കനോട്ട് ബി, അതിനെ ഒരു ട്രസ്റ്റ് ഫാക്ടറിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞില്ല എങ്ങനെയാണ് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 2023 ഇലക്ഷൻ ആണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. 2023 ഇലക്ഷന്റെ മലൂർ അസംബ്ലി ഇലക്ഷൻ നടന്നിരുന്നല്ലോ അവിടെ. ആ മലൂർ അസംബ്ലി ഇലക്ഷനിൽ 248 വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. പക്ഷെ അവിടെ ഒരു തിരിമറി നടന്നു എന്നുള്ള രീതിയിൽ BJP-യുടെ കാൻഡിഡേറ്റ് അവിടെ ചെന്നിട്ട് മഞ്ജുനാഥ് ഗൗഡ അദ്ദേഹം കോടതിയിൽ പോയി. അപ്പൊ കോടതി പോയപ്പോൾ എന്ത് പറ്റി? കോടതി തന്നെ കണ്ടുപിടിച്ചു, അതിനകത്ത് കോടതിയിൽ വാദിച്ചു, എല്ലാം ചെയ്തു. വാദിച്ച് കോടതി, ഇപ്പൊ ഹൈക്കോടതി, ഇന്നലെ ഹൈക്കോടതി ഓഫ് കർണാടക എന്താണ് പറഞ്ഞത്? ആ ഇലക്ഷൻ ഇൻവാലിഡ് ആണ്. ആ ഇലക്ഷൻ ഇൻവാലിഡ് കാരണം അത് ഫെയർ അല്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന്. അപ്പൊ എന്തുകൊണ്ട് കോടതി പോയിക്കൂടാ? ശ്രീ പ്രശാന്ത് ഭൂഷൺ പത്മനാഭനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അത് ഇംപീച്ച്മെന്റിലേക്ക് പോവുകയാണെന്ന്. ഇംപീച്ച്മെന്റ് ആണോ ഫസ്റ്റ് സ്റ്റെപ്പ്? നിങ്ങൾ അപ്പൊ കോടതിയിൽ വിശ്വാസം ഇല്ലേ? പിന്നെ എന്താണ് നമ്മൾ അഡ്വക്കേറ്റും സംസ്ഥാനത്തിന്റെ വിഷയമല്ല. ഇത് കർണാടക, ഇത് മഹാരാഷ്ട്ര, ഇത് ബീഹാർ, ഇത് UP, വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഒരു മണ്ഡലത്തിലെ കുറച്ച് വിവരങ്ങൾ എടുക്കാൻ, അതിൽ പഠനം നടത്താൻ, അതിന്റെ വിശദാംശങ്ങൾ നോക്കാൻ എത്ര സമയമെടുത്തു എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. നോക്കൂ, അത് അനുരാഗ് ഠാക്കൂറിന് കിട്ടിയതുപോലെ രേഖകൾ ഒറ്റയടിക്ക് കിട്ടുന്നില്ല രാഹുൽ ഗാന്ധിക്ക്. അനുരാഗ് ഠാക്കൂർ കുറെ രേഖകളുമായിട്ട് വന്നല്ലോ, അതുപോലെ കിട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധിക്ക്. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ട്രസ്റ്റ് ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവരാണ്. അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. കേണൽ ദിനി, നമുക്ക് തിരിച്ചെത്താൻ ഇടവേളയ്ക്ക് ശേഷം. ഷിബു മീരാൻ, ഇതിലൊക്കെ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട്, ഉറപ്പായും രാഷ്ട്രീയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ ഹൈഡ്രജൻ ബോംബ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് പൊട്ടുമോ? സ്മൃതി ഉറപ്പായും മറുപടി പറയുന്നു. ഇവിടെ അദ്ദേഹം ഈ TN ശേഷന്റെ ഒക്കെ കഥ പറഞ്ഞപ്പോൾ ഈ ഭരണഘടനാ സംവിധാനങ്ങളുടെ നിഷ്പക്ഷതയെക്കുറിച്ചാണെങ്കിൽ ഈ രാജ്യത്ത് ഏറ്റവും നിഷ്പക്ഷമാകേണ്ട ഒരു സംവിധാനം രാജ്യത്തിൻ്റെ സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പരമോന്നത ന്യായാധിപൻ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, രഞ്ജൻ ഗൊഗോയി. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ നിങ്ങളുടെ MP ആണ് കേട്ടോ. ഇനി വേണം നിങ്ങൾ ഈ നിഷ്പക്ഷതയുടെ വലിയ ഗീർവാണം മുഴക്കാൻ. ഈ സ്ഥാപനങ്ങളെയൊക്കെ വരുതിക്ക് നിർത്താൻ ശ്രമിച്ചതിൻ്റെ കഥയെടുത്താൽ ഏറ്റവും ഭീകരമാം വിധത്തിൽ ഈ സ്ഥാപനങ്ങളെ ടോർപിഡോ ചെയ്തത് മോദി വാഴ്ചയുടെ 1 പതിറ്റാണ്ട് കാലമാണ് എന്നതിന് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനി സ്മൃതി ചോദിച്ച ചോദ്യമുണ്ട്, BJP പ്രതി പറഞ്ഞൊരു കാര്യങ്ങൾ. ഇപ്പം അദ്ദേഹം ഇതിനെ എററുകളായിട്ടാണ്. സ്മൃതി, ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പ്രസക്തി സ്മൃതിക്ക് ബോധ്യപ്പെടാൻ, ഹൈഡ്രജൻ ബോംബൊക്കെ സത്യത്തിൽ നമ്മുടെ ജനാധിപത്യത്തിനൊരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഹൈഡ്രജൻ ബോംബ് വാങ്ങേണ്ടിയിരുന്ന ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഗുജറാത്തിലൊരു പത്രം, ആനന്ദ് പ്രസാർ പത്രിക, അവർ പുറത്തുവിട്ടൊരു വാർത്ത പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2019 മുതൽ ഞാൻ സമയം എടുക്കില്ല, പെട്ടെന്ന് പറയാം. 2019 മുതൽ 2024 വരെ, അതിനിടയിൽ ഗുജറാത്തിൽ കഴിഞ്ഞു പോയത് 3 തെരഞ്ഞെടുപ്പുകൾ, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 1 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ കാലയളവിൽ പ്രവർത്തിച്ച 10 പാർട്ടികൾ, ഈ പാർട്ടികളുടെ പേര് കേട്ട രസമാണ്. ഈ ഇൻഷുറൻസ് കമ്പനികളുടെ പേര് പോലെ ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി, ലോക്ഷാഹി സത്ത പാർട്ടി, കല്യാണി, പിന്നെ ഗരീബി കല്യാൺ പാർട്ടി, ഇങ്ങനെയൊക്കെ കൗതുകരമായ പേരുള്ള 10 പൊളിറ്റിക്കൽ പാർട്ടികൾ. ഈ പാർട്ടികൾക്ക് ഈ 5 വർഷത്തിനിടയിൽ ലഭിച്ച സംഭാവന 4300 കോടി രൂപ. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കൂടി അവർ മത്സരിപ്പിച്ചത് 43 സ്ഥാനാർത്ഥികളെ. ഈ 43 സ്ഥാനാർത്ഥികളും കൂടി പിടിച്ചത് 54,000 വോട്ടുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ കൊടുത്ത കണക്കിൽ അവർ ചെലവാക്കിയത് 39 ലക്ഷം രൂപ. അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അവർ ചെലവാക്കിയത് 3500 കോടി രൂപ. ഈ 10 പാർട്ടികളേതാ? ഇവർക്കാരായി 4300 കോടി രൂപ കൊടുത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല.
വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് മാത്രമല്ല കേട്ടോ, ബിനാമി രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത അട്ടിമറികൾ പോലും ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത് നടക്കുന്ന കാലത്താണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ നിങ്ങൾ ഈ എറർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇപ്പൊ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഹൈഡ്രജൻ ബോംബ് പൊട്ടാൻ പോകുന്നത് വാരാണസിയിലാണ്. അവിടെ നരേന്ദ്രമോദി ജയിച്ചത് 1.5 ലക്ഷം വോട്ടുകൾക്കാണ്. അതിനകത്തൊരു 80,000 ഇമ്മട്ടിലുള്ള കള്ളവോട്ടുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാവും. നരേന്ദ്രമോദി അപ്പന ചെഹരാ ദിഖാനേക്കാ ലായക് ബി നഹീ ഹോഗാ. തന്റെ മുഖം ഇന്ത്യയിലെ ജനങ്ങളുടെ മുഖത്ത് പോലും കാണിക്കാൻ കഴിയാത്ത വണ്ണം നരേന്ദ്രമോദി എന്ന നിങ്ങളുടെ വിശ്വഗുരു, ദൈവതുല്യനായ അവതാര പുരുഷൻ തലകുമ്പിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഈ രാജ്യം കാണും. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ വോട്ട് ചോറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണവും ഞാൻ കണ്ടില്ല, അങ്ങ് കണ്ടിരുന്നു. അതിലൊരു അസ്വാഭാവികത തോന്നില്ലേ? നിശ്ചയമായും അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, ഇവിടെ വന്നൊരു വാദം, ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറയാതെ പോയൊരു വാദം, ഇത് അനുരാഗ് ഠാക്കൂറിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ, ഇതെന്തോ പൂത്തിരിയായിരുന്നോ, പൂത്തിരിയോ പടക്കോ ഏതാണ്ടെന്ന്, വലിയ ബോംബൊന്നും പൊട്ടിയിട്ടില്ല. പക്ഷെ പൊട്ടിയത് ഇലക്ഷൻ കമ്മീഷന്റെ അണ്ണാക്കിലിരുന്നാന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്. അതുപോലത്തെ പൊട്ടാണ് പൊട്ടിയത്, ചെറിയ പൊട്ട, പക്ഷെ പൊട്ടിയ സ്ഥലമാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് സത്യം. പ്രൈം മിനിസ്റ്റർ മിണ്ടില്ല. കാര്യം നോക്കൂ, നമ്മൾ ഡിന്നി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവർ സംസാരിക്കുന്നത് എന്താ, ഇലക്ഷൻ കമ്മീഷൻ അടിപൊളിയാ, ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാത്ത വാദം BJP ഉണ്ടാക്കി കൊടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൺവിൻസിംഗ് അങ്ങ് പറഞ്ഞാൽ പോരെ, അതവർ പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ ബാക്ക് ഫുട്ടിൽ പോയി അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അനുരാഗ് ഠാക്കൂർ വരുന്നു, മറ്റവർ വരുന്നു, മറിച്ചവർ വരുന്നു, എല്ലാം വരുന്നു. നമ്മൾ തൃശ്ശൂർ കണ്ടതല്ലേ ഈ പറയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ചേർക്കുന്ന കാര്യം, നമ്മുടെ കൺമുന്നിൽ കണ്ടതല്ലേ ആ കഥ. ഇപ്പൊ ഡിന്നി തന്നെ പറഞ്ഞു JR പത്മകുമാറിന്റെ വീടിന്റെ പേരിൽ ഇനിയും അത് ആഫ്രിക്കന്നും അമേരിക്കന്നും ഒക്കെ കൊണ്ട് ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് വേണമെങ്കിൽ നമ്മൾ കൊണ്ട് ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രൽ റൂൾസ് ഒന്നും ഇവർക്ക് ബാധമല്ല. ഇത് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരല്ലേ പറഞ്ഞു, ഇവരുടെ വക്താക്കളല്ലേ പറഞ്ഞത്, നമ്മളാണോ പറഞ്ഞേ? ഇപ്പൊ ഡിന്നി പറഞ്ഞ എന്താ, ഒരാളുടെ പേരിൽ 25 JR പത്മകുമാറിന്റെ വീട്ടിൽ 26-27 വോട്ടുണ്ടെന്ന്. ഇതൊക്കെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് മാറ്റണ്ടേ കാര്യം? അപ്പൊ ഇത് മാറ്റാൻ വെച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം അറിഞ്ഞാണോ വന്നത്, അറിയാതാണോ വന്നത്? ആയിക്കോട്ടെ, അത് പറയണ്ടേ അഡ്വക്കേറ്റ് ലാൽകുമാർ? ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമില്ല, എനിക്ക് ക്ലിയർ ആണ് സാറേ. ഇത്രേ ഉള്ളൂ. ഈ ഹൗസ് നമ്പർ, ഈ JR പത്മകുമാറിന്റെ അടുത്ത സെയിം ഹൗസ് നമ്പറിന് ഒരുപാട് വോട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഹൗസ് നമ്പർ ഇല്ലെന്നേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കും പേരില്ല, ഈ പറഞ്ഞ ഹൗസ് നമ്പരും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ ഹൗസ് നമ്പറെങ്കിലും ഉണ്ടെന്നേ ഉള്ളൂ. ഇത് 6 വോട്ടാണ്. ഒരേ ഹൗസ് നമ്പറിലുള്ള വോട്ട് പരിശോധിക്കേണ്ട ആരാ? ഇലക്ഷൻ കമ്മീഷൻ ആണോ പരിശോധിക്കണ്ടേ? നമ്മുടെ ചോദ്യം അതാ. സാർ പറഞ്ഞ ഭാഗം തന്നെ എടുക്കാം. 25 വോട്ട് ഒരു ഹൗസ് നമ്പറിലുണ്ട്. ഇത് ആരാ നോക്കണ്ടേ? അതെ, നിക്കേ 25 വോട്ട് JR പത്മകുമാറിന്റെ വീടിന്റെ പേരിലുണ്ട്. ഇത് ആരാ ഇത് നോക്കണ്ടേ? ഈ ഡോക്യുമെന്റിന്റെ കസ്റ്റോഡിയൻ ആരാ? ഇത് ഞാനൊന്ന് പറയട്ടെ. ഈ പറയുന്ന സ്പെഷ്യൽ സാധനം വരുന്നുണ്ടല്ലോ, ഇവ BJP പറയുന്നതനുസരിച്ചാണ് അതും വേണ്ടല്ലോ. ഇത് ഇച്ചിരൂടെ വിപുലമായി അങ്ങ് നടത്തണമെന്നേ രാഹുൽ ഗാന്ധി പറയുന്നുള്ളന്നേ. ഈ പറയുന്നതിനകത്ത് പ്രശ്നം ഉണ്ടെന്നല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്, അല്ലേ? അത് തന്നെയല്ലേ താങ്കൾ പറഞ്ഞ വാദം. ഇത് ആരാ പരിശോധിക്കേണ്ടത്? ഈ പരിശോധിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനാണോ പരിശോധിക്കേണ്ടതാണോ? പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ അത് പറയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇംപെക്കബിൾ ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. ഒരു സംശയം വേണ്ട. നിക്ക് ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. TN ശേഷനെ കുറിച്ചൊരു കാര്യം പറയാം. അന്തസായി ഓഫീസിൽ ഇരുന്ന മനുഷ്യനാണ്. അന്തസായി അദ്ദേഹം ഇരുന്ന സമയത്ത് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും സംശയം അദ്ദേഹത്തിനെ കുറിച്ച് എതിർപ്പുണ്ടായിരുന്നോ? കോൺഗ്രസിന്റെ സർക്കാരിനെതിരെ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ഇലക്ഷൻ ഉദ്യോഗസ്ഥരെ. അതെ, ഒരു കാര്യം കൂടെ കേട്ടണം. ഈ പറയുന്ന കോൺഗ്രസിന്റെ ടിക്കറ്റ് മത്സരിച്ചവന് പറഞ്ഞ് കേട്ടല്ലോ, അദ്ദേഹം KR നാരായൺ ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നിന്നപ്പം ആ പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് അദ്ദേഹം തിരിച്ച് KR നാരായണനെ എതിർത്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു, അറിയോ? അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ ചേർന്നു എന്ന് പറയുന്ന ആ വാദത്തിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ കോൺഗ്രസിന്റെ കൂട്ടത്തിൽ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നിൽക്കുമ്പം ഒരു സെർവിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ അഗേൻസ്റ്റ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പറഞ്ഞത് അങ്ങ് പറഞ്ഞത്
ട്രസ്റ്റ് ഡെഫിഷ്യൻസി സാറേ, ക്രിയേറ്റ് ചെയ്യാണ്. അല്ല സാറേ, പ്രശ്നം എന്നറിയോ? ഒറ്റ സെക്കൻഡ് ഒരു കാര്യമുണ്ട്, ഒരു സെൻസ് ഉണ്ട്. ഓഫീസിലിരിക്കുമ്പോൾ ചോരി എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു ഒരു രീതിയാണ്. ഓഫീസിലിരിക്കുമ്പോൾ അട്ടിമറിയാണ്. അങ്ങ് വലിയ കണക്കുകളല്ലേ വരുന്നത്? പക്ഷെ ഡിഫറെന്റ് ആണ്. വലിയ കണക്കുകളാണല്ലോ. വോട്ട് ചോരി എന്ന് വിളിച്ചാണോ അങ്ങേക്ക് ബുദ്ധിമുട്ടായത്? സാർ ഇങ്ങനെ ഇടപെടരുതേ. മാറ്റണം. അത് തന്നെയാണ് അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞ. അതിന് ഞാൻ യോജിക്കുന്നു. അങ്ങ് യോജിച്ചിട്ട് കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? എന്ത് പരിഹാരമാണ് പറയുന്നത്? SIR ആണോ പരിഹാരം? ഒരു കാര്യം പറഞ്ഞോട്ട് സ്മൃതി, സ്മൃതി സമയം ഒരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. ഒറ്റ കാര്യം എനിക്ക് സമയം തന്നിട്ടില്ല. TN ശേഷൻ ഓഫീസിൽ ഇരുന്നപ്പോ നമുക്ക് പ്രശ്നമില്ല. TN ഓഫീസിൽ ഇരുന്നപ്പോ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കും പ്രശ്നമില്ല. പക്ഷെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. പ്രശാന്ത് പത്മനാഭൻ വേഗം ഒറ്റ വരി. SY ഖുറേഷി, OP റാവത്ത്, അശോക് ലവാസ, അവര് 3 പേരും പഴയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ പറഞ്ഞത് ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അഫിഡവിറ്റ് പോലുള്ള ന്യായങ്ങളിൽ നിൽക്കാതെ സ്വമേധയാ ഒരു എൻക്വയറി നടത്തണമായിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം 10 ദിവസത്തിനകത്ത് റിപ്ലൈ ആണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഓരോ ജനാധിപത്യ മാർഗത്തില് ജനാധിപത്യം എറോഡ് ചെയ്ത് പോകാതിരിക്കാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിന് തടയിടേണ്ടത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നേരത്തെ ശ്രീ മീരാൻ പറഞ്ഞതിനോടുകൂടി ഞാൻ ഒരു വാക്കുകൂടി കൂട്ടി യോജിപ്പിക്കാൻ, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രോഡ് നടപ്പാക്കിയിരുന്നു ഈ ഗവൺമെന്റ്. സുപ്രീം കോടതിയാണ് അത് ക്വാഷ് ചെയ്തത്. സുപ്രീം കോടതി പറഞ്ഞത് ഇത് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ആരാണ് എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതെന്നോ ഏത് ഫിക്ടീഷ്യസ് കമ്പനിയിലോട്ടാണ് പൈസ വരുന്നതെന്നൊന്നും അറിയാത്ത ഒരു സിസ്റ്റം ആയിരുന്നു. അതിലൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടവർ ചെയ്തു. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെതിരാണ്. ജനങ്ങളുടെ മുന്നിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. ഉത്തരം തരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഇരിക്കാം. ദയവേത് വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കേണൽ എസ് ഡിന്നി, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.